വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കമൻറ്റ് ഇട്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കത്തുമോ, പിന്നെ വണ്ടിക്കകത്തുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഇന്ന് വണ്ടി ക്ലീൻ ചെയ്യുന്നതും അങ്ങനെ ചോദിച്ച കുറേ കാര്യങ്ങളുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഈ വീഡിയോക്കകത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. ഇതിനകത്ത് വലിയ കഥയുള്ള കേസൊന്നും അല്ലെന്ന് എനിക്കും അറിയാം, പക്ഷേ എനിക്കൊരു ചെറിയ സപ്പോർട്ട് നിങ്ങൾ തരുന്നു. അതായിട്ട് നിങ്ങൾ കണ്ട് മാക്സിമം എൻ്റെ വീഡിയോ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ഒപ്പിച്ച് തരികയും അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരണം. എനിക്ക് സംസാരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ ഞാൻ ഓക്കെയാണ്. കാരണം ഇത്രയും പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ചെറിയൊരു ധൈര്യമുണ്ട് വീഡിയോ ചെയ്യാൻ. നേരത്തെ എനിക്ക് ഇത്രയും ധൈര്യമില്ലായിരുന്നു. ആൾക്കാരൊക്കെ ചോദിക്കുന്ന സമയത്തും എന്താ പറയണ്ടേ, എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാനുള്ള സ്ഥിതിക്ക് എനിക്ക് അങ്ങനെയുള്ള ഭയമൊന്നും ഇപ്പോൾ ഇല്ല നിലവിൽ. ഇപ്പം ഞാൻ വണ്ടിക്കകത്തിലെ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ചെയ്യുന്നതെന്നും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഈ 2018 ലാസ്റ്റ് വണ്ടിക്കകത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ചെയ്യാൻ വിട്ടുപോയ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഒരു വണ്ടി കഴുകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ എല്ലാ വീഡിയോ. കാരണം ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരോ ഒരു ക്ലീനറായിട്ട് പോകുന്ന ഒരു വ്യക്തിയോ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം വണ്ടി നമുക്ക് ഫണ്ട് തരും, പക്ഷേ നമ്മളെ വണ്ടി അതേപോലെ നോക്കിയില്ലെങ്കിൽ വണ്ടി നമുക്ക് പണിയും തരും. നമ്മൾ 18-ാം തീയതി ഒരു ഓട്ടം പോയായിരുന്നു. വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ 2 മിനിറ്റ് വീഡിയോ, 2 മിനിറ്റ് തികച്ചില്ല. ആ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട് വണ്ടിക്ക് അന്ന് കസ്റ്റമർ ഇല്ലായിരുന്നു, വണ്ടി ചുമ്മാ കാലിക്ക് പോയി നമ്മൾ തിരിച്ച് വരുമായിരുന്നു. അപ്പോൾ ഈ വണ്ടിക്കകത്തിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ വണ്ടി ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാതെ വിട്ട് പോകുന്നതിൻ്റേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഗ്ലാസിൻ്റെ ഗ്ലാസ് ബീഡിങ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് ഇരിക്കുന്ന ചെളി കണ്ടോ, ഈ ചെളി ഇങ്ങനെ കട്ടിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഗ്ലാസ് ഫ്രീ ആയിട്ട് തുറക്കുകയോ അടയോ ചെയ്യത്തില്ല. ഇതിപ്പം ചെറിയൊരു ലൂസ് ഉണ്ട്, പക്ഷേ ഇതിനിടയിലിരിക്കുന്ന അഴുക്കുകൾ കണ്ടോ. ഇത് നമ്മൾ 2 പിള്ളേരെ സെറ്റ് ചെയ്ത് ഇപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാർ തന്നെയാണ്. നമ്മുടെ ഈ വണ്ടിക്കകത്തിൽ ക്ലീനറായിട്ട് സത്യം പറഞ്ഞാൽ നിലവിൽ ആരും ഇല്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗിംബൽ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഗിംബൽ ഇപ്പോഴും എൻ്റെ കൈക്ക് വഴക്കമായിട്ടില്ല. അപ്പം ഞാനിതിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് ഡീൽ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതിപ്പോൾ ക്ലീൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കും. ഇപ്പോൾ എടുത്ത വഴിക്ക് ഇതിനകത്ത് ചില ആൾക്കാർ പറയും ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ, പോയി ബീഡിങ് അങ്ങ് മാറിപ്പോയാൽ മതിയല്ലോ എന്ന്. പക്ഷേ ബീഡിങ് മാറുന്നതിലും നല്ലത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി. കാരണം എല്ലാത്തിലും ഇല്ല ഈ പ്രശ്നം, എല്ലാത്തിലും ഈ പ്രശ്നമില്ല, ചിലതിലേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ലപോലെ ലൂസായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് ഞാൻ ക്ലീൻ ചെയ്തതേ ഉള്ളൂ. ഇനി നല്ല രീതിയിൽ കണ്ടോ, ഇതിനിടയ്ക്ക് അഴുക്കിരിക്കുന്നതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഒരു 10 വട്ടം കഴുകി വൃത്തിയായി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഒന്ന് ചെയ്താൽ കണ്ടോ, ഇതിപ്പം ഫ്രീ ആയിട്ടായി. ഈ ഗ്ലാസ് ക്ലീനറൊക്കെ വെച്ച് ഉപയോഗിച്ച് സെറ്റാക്കണം. പിന്നെ ഇതിനകത്തിൽ കുറേ ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റയിലൊക്കെ ഒരു വടിയും വെച്ച് കൊട്ടുമ്പോൾ അറിയാം ഈ വണ്ടി എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വന്നു ഓടി തിരിച്ച് പോവും. അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കണ്ട ഇതേപോലൊരു വടി എടുത്ത് കൈ വയ്ക്കുക. ഇപ്പം നിങ്ങൾ പറയാമായിരിക്കും വണ്ടിക്കാവ് മൊത്തം അഴുക്കാണ്, പക്ഷേ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കയറുന്ന എല്ലാ വണ്ടിയുടെ സീറ്റയിലും കൈ കൊണ്ടൊന്ന് കൊട്ടിക്കഴിഞ്ഞാൽ വരും. കാരണം നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന അഴുക്കുകളാണ്. ഇത് കണ്ടോ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന അഴുക്കുകളാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഉപയോഗിക്കുന്നവരും വണ്ടിയുടെ ഓണർമാർക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. എൻ്റെ കുറേ പേര് പറഞ്ഞു വണ്ടിയുടെ ബാലൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയരുതെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ എത്രത്തോളം മുന്നോട്ട് പോകും, എത്രത്തോളം വർക്കൗട്ടാവും എന്നൊന്നും എനിക്കിപ്പോഴും ഒരു പ്രതീക്ഷയില്ല. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എത്ര കാലം ഈ വണ്ടികൾ യൂസ് ചെയ്യുന്നോ അത്രയും കാലം എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന ഒറ്റ ഒരു ലക്ഷ്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിൽ നിന്ന് ഇത്ര സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഏകദേശമൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് വരുമാനം കിട്ടാറായി വരുന്നുണ്ട്. കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കറക്റ്റ് പറയാം. ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്ന 8500, അതെനിക്ക് കാണാതെ അറിയാം. കാരണം $100 എന്നുള്ളൊരു ഇതായി കഴിയുമ്പോഴത്തേക്കേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 3 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെയൊക്കെ പറയും എനിക്ക് എന്ത് കിട്ടി എന്നുള്ളത്. പിന്നെ രണ്ടാമത് ഈ വണ്ടിയുടെ വെളിഭാഗത്തോട്ട് നമ്മൾ പോവുകയാണ്. സീറ്റിൻ്റെ കാര്യം ഞാൻ കാണിച്ചല്ലോ. സീറ്റിൻ്റേത് നമ്മളിവിടെ വടി വെച്ച് ഉണ്ട്. ഇതേപോലെ ഒരു വടി എടുത്ത് നിങ്ങളുടെ ക്ലീനർമാരോട് പറഞ്ഞാൽ മതി. എല്ലാ ഓട്ടം പോയി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് കൊട്ടി വിട്ട് കഴിഞ്ഞാൽ ഫ്ലോർ തൂത്ത് വൃത്തിയാക്കുന്നതിന് മുമ്പ് വേണം ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇരട്ടിപ്പണിയാവും. പല വട്ടം വൃത്തിയാക്കുമ്പം ഒരു വട്ടം മൊത്തം ക്ലീനായിട്ടിരിക്കും. കാരണം ഈ വണ്ടി തന്ന രീതിയിലേ അല്ല ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. താണ്ട ജിസിത്തിൻ്റെ ഓണർ ഏലിയാസ് ജി വന്നിട്ടുണ്ട്. എന്നെ കണ്ടപ്പോഴേ ഓടുന്നു ഗൈസ്. എൻ്റെ കയ്യിൽ ഗിംബൽ വഴങ്ങിയില്ല. അവന്മാർ എന്നെ കാണുന്നതിന് മുമ്പ് ഓടിപ്പോയി ഗൈസ്. വാങ്ങിച്ചാലല്ലേ വില പറയാൻ പറ്റുള്ളൂ. കാണാ അങ്ങനെ ഫോട്ടോ എടുത്തു തരാം. താടാ
കവർ അഴിച്ച് വെച്ചേക്കുവാണ്, കാരണം ഇതിനകത്തിൽ എത്രത്തോളം അഴുക്കുണ്ട് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു തുല്യാതുല്യ സൂചിയിലാണ് നടക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ പിള്ളേരെ കൊണ്ട് അഴിപ്പിച്ച് വെച്ചതാണ്. ഇപ്പം ഇതാണ് ബസ്സിൻ്റെ AC. ഇത് കണ്ടോ, ഇതേപോലൊക്കെ അഴുക്ക് കെട്ടിക്കിടന്നിട്ടാണ് ഈ വണ്ടിക്കകത്തിൽ വെള്ള ലീക്കിങ്ങൊക്കെ വരുന്നുണ്ട്. എത്ര വർഷത്തെ അഴുക്കാണെന്നറിയാമോ ഇത്? കണ്ടോ, ഇതേപോലെ ക്ലീൻ ചെയ്യാതിരുന്ന് ബോഡി ഫുള്ള് തുരുമ്പാവും, എന്നിട്ടാണ് ലാസ്റ്റ് ലീക്ക് വരുന്നത്. ഇതൊക്കെ നമ്മുടെ ക്ലീനർക്ക് തന്നെ അഴിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മളത് പറയണം. ഞാൻ ക്ലീനർമാരെ എല്ലാം ഒറ്റയടിക്ക് കുറ്റപ്പെടുത്താമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളേ. അടുത്തത് ഇതാ AC-യുടെ ഫാൻ വരുന്നതും എല്ലാം കണ്ടോ, ഇതിനകത്തിലേക്ക് അഴുക്ക് കണ്ടോ. ഇത് വണ്ടിയുടെ മണ്ടഭാഗമാണ്. ഇതെല്ലാം ടാർ ഷീറ്റ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നത്, കാരണം പിന്നീട് ലീക്ക് ആവാതിരിക്കുക. നമുക്ക് ഇതിനകത്ത് കുറേ പണികൾ, ഇതിനകത്ത് ബാലൻസ് ഉണ്ട്, നമുക്കിതെല്ലാം ചെയ്യണം. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഏത് വണ്ടി എടുത്താലും അതിൻ്റെ മേൽവശം കയറി നോക്കി മുകൾ ഭാഗം ഓക്കെ ആണോ നോക്കണം, എവിടെയൊക്കെ തുരുമ്പുണ്ട് എല്ലാം നോക്കിയിട്ട് നമ്മൾ വണ്ടി കയറി എടുക്കുക. ഇതിപ്പോൾ ഒരു AC-യുടെ മണ്ടഭാഗം ഇത് കണ്ടോ, എന്തോരം അഴുക്കാണ് നോക്കി. ഇത് എത്ര വർഷത്തെ ആയിരിക്കും. സർവീസ് ചെയ്യുമ്പോൾ നമ്മളിത് ഒറ്റയടിക്ക് അവരെയും കൊണ്ട് ചെയ്യിക്കുമെന്നുള്ളതല്ലാതെ ഇടയ്ക്ക് നമ്മളൊക്കെ ഇതൊക്കെ ഒന്ന് കയറി നോക്കണം. എൻ്റെ ഗിംബലിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടായി കാണിക്കുന്നത് വീഡിയോയ്ക്കകത്ത് കേട്ടോ. സീറ്റിൻ്റെ അടിയിൽ വണ്ടി ഇടുന്നിടത്ത് തൊട്ട് ഫ്രണ്ടിലെ കണ്ടോ, അത്യാവശ്യം നല്ല കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചെറിയൊരു ചായക്കട ഉണ്ട്, ഇതാ അവിടെ. ഇതാണ് ഇന്നത്തെ നമ്മുടെ പണിയായുധം. യെസ്, ചാൻസ് ഉണ്ട്. എനിക്ക് ഞാൻ ആദ്യം വണ്ടി വാങ്ങിച്ചപ്പോൾ കിട്ടിയ പണിയായി ഇതേപോലെ AC-യുടെ മണ്ട ക്ലീൻ ആക്കാതെ കണ്ട് തുരുമ്പും കാര്യങ്ങളും ഇരുന്ന് ലീക്കായി. ലാസ്റ്റ് തൃശ്ശൂരുള്ള AC ബ്രോസ് എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ചാണ് നമ്മൾ ചെയ്തത്. ഏകദേശം എനിക്ക് ഒരു 1.5 ലക്ഷം രൂപ അടുത്ത അന്നത്തെ സമയത്ത് മുടക്കായി. ഇപ്പം ഞാൻ ഈ വണ്ടി എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കാതിരുന്നെങ്കിൽ എനിക്ക് അതേ പണി തന്നെ വീണ്ടും കിട്ടും. കുറച്ച് സൈഡിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിനിപ്പോൾ അടുത്ത പെയിൻറ്റിങ്ങിന് ചെല്ലുമ്പം ചെയ്യാം. പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ബ്രഷ് കൊണ്ട് വാങ്ങിച്ച് പെയിൻറ്റ് ചെയ്താലും മതി. വണ്ടിയുടെ മുകൾ ഭാഗമായിട്ട് ചിലപ്പോൾ ആരും അങ്ങനെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ക്ലിയറായിട്ടൊന്നും ഇരിക്കണമെന്നില്ല. ചെറിയൊരു കോട്ട് പെയിൻറ്റ് വാങ്ങിച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ വണ്ടിയുടെ മുകൾ ഭാഗങ്ങളൊക്കെ. നമ്മളിത് ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കുറേ ഇലയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എലി കയറി കൂട് വയ്ക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അന്നേരത്തേക്ക് ഇതിൻ്റെ വയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസയാവും. നമുക്ക് AC വെക്കാൻ ആ പാടെ 4.5 ലക്ഷം രൂപ ആകത്തുള്ളൂ. അതിൽ കൂടുതൽ പൈസയാവും നമ്മളിത് ഓരോ വട്ടം സർവീസ് ചെയ്യാൻ ചെല്ലുമ്പോൾ. നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത് സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ഈ വണ്ടിയുടെ മണ്ടയ്ക്ക് മുടക്കേണ്ടതായിട്ട് വരും. പണിയാൻ്റെ ബാക്കി അധികം വന്ന ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടേച്ച് എനിക്ക് തോന്നുന്നു AC ബ്രോസിനെ അല്ലെങ്കിൽ ജിങ്കിയിലെ കൊണ്ട് ഇതൊന്ന് സർവീസ് ചെയ്യുന്നത് നല്ലതായിരിക്കുന്നു. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് ഒരു വാട്ടർ പമ്പ് വെച്ച് അടിച്ച് കഴുകി ക്ലീൻ ചെയ്യും. പിന്നെ ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ അങ്ങ് വൃത്തിയാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പനിയായിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിയോടായി കഴിയുമ്പോഴത്തേക്ക് തീരുമാനമാവും. എന്നിരുന്നാലും ഇത് വെച്ച് നീട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് നല്ല പൈസ മുടക്ക് വരും. ഇതിൻ്റെ ടാർ ഷീറ്റ് ഒട്ടിച്ചതിൻ്റെ ബാലൻസ് സൈഡൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ മൂലകൾ, അവിടെ എല്ലാം കുഴുത്തുരുമ്പായിട്ടുണ്ട്. അത് നമ്മൾ ചുരണ്ടി അത് വൃത്തിയാക്കി പെയിൻറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് വണ്ടിക്ക് അതിലോട്ട് ഹോളായിട്ട് വെള്ളം വീഴാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പണി. അത് അങ്ങനെയൊന്നും വെൽഡ് ചെയ്യാനും പറ്റത്തില്ല. ഈ AC ഫുള്ള് ഇളക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഫൈബർ ചെയ്ത് രണ്ടാമത് ടാർ ഷീറ്റ് ഒട്ടിക്കേണ്ടി വരും. അതിന് ഏകദേശം നല്ല പൈസയാവും. കാരണം എൻ്റെ പഴയ വണ്ടിക്കകത്തിൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ ഫൈബർ ചെയ്തതിന് മാത്രം 65,000 രൂപ എനിക്ക് ആയതാണ്.
എ സിയുടെ ഫാനിൻ്റെ മണ്ടയ്ക്ക് വീഴുന്ന വെള്ളം വെളിയിലോട്ട് പോകാനുള്ള ഹോൾസ് ആണ് ആ കാണുന്നത്. പക്ഷെ അതെല്ലാം ചെളി കയറി അടഞ്ഞിരിക്കുക. വെള്ളം എടുത്തൊഴിച്ചതിന് ഇപ്പം നമ്മൾ എല്ലാം ക്ലിയർ ചെയ്ത് വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടന്ന് തുരുമ്പാവാനും ചാൻസ് ഉണ്ട്. നമുക്ക് മൈക്കില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തിലെ വെളിയിൽ നിന്നുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഇത്രയും വീഡിയോയ്ക്കകത്ത് കേൾക്കുന്നത്. ഏകദേശം ഒരു 13,500 രൂപ മൈക്കിനാവും. അത് ഞാൻ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ മാസം സീസോടെ കഴിയട്ടെ, അടുത്ത മാസം തൊട്ടേ ഓട്ടോ ആവത്തുള്ളൂ. ഈ മാസം ഓട്ടവും കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം എൻ്റെ അത്രയും സി സി അടക്കമുള്ള ഫണ്ട് ഒരു കാരണവശാലും വരത്തില്ല. ഇത് കണ്ട ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം ചെയ്തത്. ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോള് വെള്ളം കയറി അടഞ്ഞിരിക്കും. ഈ ചെളിയെല്ലാം അവിടെ കയറിയിരുന്ന അത് ഓപ്പൺ ആക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തത്. കണ്ടോ, ഞാനിപ്പോൾ ഇതിനകത്ത് കൂടി ഇങ്ങനെ വിടുന്നതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് കൂടെ അഴുക്ക് കെട്ടിയിരുന്നിടത്തോളം ഇത് പോകുന്നതുണ്ടോ, വെള്ളം പോകുന്നതുണ്ടോ? ഇവിടെ എല്ലാം ഒരു 3-4 ഹോളുണ്ട്. ആ ഹോള് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന വെള്ളം എല്ലാം വെളിയിൽ പോകും. അത് തുറക്കാതിരിക്കുമ്പോൾ ഇതിനകത്തിൽ എ സി ഇവിടെ കിടന്ന് വെള്ളം കെട്ടിക്കിടന്ന് ലാസ്റ്റ് എ സിയുടെ മണ്ട എല്ലാം കൊണ്ട് ലീക്കാവുന്നുണ്ട്. ഇതിനകത്തിൽ വീഴുന്ന വെള്ളം വെളിയിലോട്ട് പോകാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഇതിനകത്തിലുണ്ട്. പക്ഷെ അതെല്ലാം കരിയിൽ കയറി അടഞ്ഞിരിക്കുകയാണ്. അതാ നമ്മൾ കൈയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുമ്പോൾ വെള്ളം പോകുന്നത്. അല്ലാതെ കണ്ട് തന്നെ പോകേണ്ടതാണ്. ഇവിടെ കുറച്ച് കുഴുത്തുരുമ്പും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ തന്നെ ചുരണ്ടി ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് പണിയായിട്ട് മാറും. കാരണം ഇത് ഇളക്കാതെ കൊണ്ട് പിന്നീട് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാതാവും. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള രീതിയൊന്നും അല്ല, നമുക്കറിയാവുന്ന രീതിയിൽ ചുരണ്ടി ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിക്കാൻ ഉള്ളൊരു പരിപാടിക്കകത്ത് നിൽക്കുകയാണ്. നമ്മുടെ കുലുക്കി പെയിൻറ്റ് ഇരിപ്പുണ്ട്. അത് ഏത് കളറാണെന്ന് അറിയത്തില്ല നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി പുതിയ വണ്ടിയാണെങ്കിലും ഒരു 6-7 മാസം കൂടി ഇരിക്കുമ്പോൾ ഇതേപോലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എത്ര പുതിയതാണെങ്കിലും അഴുക്ക് ഒരുപാട് വട്ടം ഇരുന്നാൽ വെള്ളമോടെ വീഴുമല്ലേ. അപ്പം ഷെഡുണ്ടോ ഷെഡ് ഇല്ല എന്നുള്ളതിൽ കാര്യമില്ല. ഇതേപോലെ വൃത്തിയാക്കിയാൽ നല്ലതായിരിക്കും. അയ്യോ, ഇത് വൈറ്റ് ആണല്ലോ. ബ്ലാക്ക് വണ്ടിക്കകത്താണ്. നമ്മൾ കണ്ട കുറച്ച് സ്ഥലത്ത് ഒരു പുലിക്ക് വൈറ്റ് കളർ പെയിൻ്റ് കേട്ടോ. നമ്മൾ ഇതിനടിയാകൊണ്ട് അങ്ങ് അടിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയൊന്നും അല്ല സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഒരു മുതൽ നമ്മൾ കണ്ടപ്പോൾ അങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളേ. എത്രത്തോളം നല്ലതായിട്ടിരിക്കുമെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. പക്ഷെ നമ്മളങ്ങ് ചെയ്യുക. വെച്ചിരുന്ന് അടുക്കാക്കുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലും കാണിച്ചു. ഈ സൈഡിൽ ഇങ്ങനെ അഴുക്ക് വാരി വെച്ചേക്കുന്നത് താഴെ ഗ്ലാസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഗ്ലാസ് അടച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കഴുകും. ഇതൊക്കെ പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്താലേ അതിൻ്റെ ഒരു ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ഒട്ടിച്ച് വെക്കണം. ഇല്ലടാ, സായി പോപ്പി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് അങ്ങ് ഒട്ടിച്ചാലോ. സായി പോപ്പയുടെ ഒരു ഡയലോഗും സായി പോപ്പയുടെ മണ്ടയ്ക്ക് അങ്ങ് ഒട്ടിക്കുക. ആ കാര്യത്തിലും വാലാട്ട് നടക്കുന്ന ആരോൺ. ഇത് അപ്പൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ. സ്വന്തം അനിയനല്ല. സ്വന്തം അനിയൻ ഇത്രയും പ്രായമില്ല. അവൻ സ്കൂളിലാണ്. അവനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടന്ന അവൻ പഠിക്കത്തില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് എനിക്ക് തെറിയേക്കും. ഇവൻ പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ പഠിക്കുന്നുണ്ട്, പക്ഷേ സ്കൂളിൽ പോകത്തില്ല. അതിൻ്റെ കാരണം അവനോട് ചോദിച്ചാൽ അവന് 100,000 കാരണം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കത്തില്ല. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വീഡിയോ എടുക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് കത്തുന്നില്ല, ഒരു സൈഡിലെ ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളത്. അത് നമ്മൾ ആ ഡിമ്മും ബ്രൈറ്റും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മാത്രമേ കത്തത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ റൗണ്ട് ലൈറ്റിൻ്റെ സൈഡിലൊരു ബ്ലാക്ക് ബോർഡർ ഉണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ ഈ സിലിക്കോൺ ഒട്ടിച്ചതിൻ്റെ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്.
ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റെല്ലാം കൊണ്ട് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യുകയും മുറുക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട്. അതാണ് ഇനി അടുത്ത പരിപാടി നമുക്ക്. വണ്ടി ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ 2 പേര്, ഇപ്പം 2, 3, ഇത് 4-ാമത്തെ ആള്. നമ്മൾ വണ്ടി കഴുകിയിട്ടില്ല, കഴുകാനായിട്ടെല്ലാം സെറ്റായി നിൽക്കുന്നതേ ഉള്ളൂ. ഗ്ലാസ് ബീഡിങ്ങിൻ്റെ ഇടയ്ക്കൊന്ന് നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു, അതെല്ലാം ഈ ബോഡിയിലോട്ട് പൊലിച്ചിറങ്ങും. അപ്പം ഗ്ലാസ് അകം ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകാൻ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. വണ്ടി ഫുള്ള് വൈറ്റ് ആക്കണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ വണ്ടിക്ക് അതനുസരിച്ച് ഓട്ടം കയറാതെ കൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്ര CC കിടക്കുന്നുണ്ട്. ഇതകത്ത് ഗിയർ ബോക്സ് വരുന്നിടത്തെ കുഷ്യനാണ്, അതിനകത്തിലെ അഴുക്ക് കണ്ടോ. നമ്മളിത് മാസത്തിലൊരിക്കൽ ഇതേപോലെ എടുത്തൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇത്രയും പൊടിയും കാര്യങ്ങളും ഒന്നും വണ്ടിക്കകത്ത് ഒരു കാരണവശാലും വരത്തില്ല. കാരണം നമ്മളെപ്പോഴും AC ഓട്ടോ അല്ലല്ലോ ഓടുന്നത്, നോൺ AC ഓട്ടോ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഗ്ലാസ് തുറന്നിട്ടായിരിക്കും ഓടുന്നത്. അപ്പോൾ അതിലായിട്ടുള്ള പൊടിയും കാര്യങ്ങളും നല്ല രീതിയിൽ വണ്ടിക്കകത്ത് കാണും. ഇതേപോലെ 10 വട്ടം എടുത്ത് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വൃത്തിയാവും. ഇപ്പം നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് വണ്ടി വാങ്ങിച്ചതിന് ഇപ്പം ചെയ്യുന്നത്. അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കയറി ചെല്ലുന്ന ഡോറിൻ്റെ സൈഡിൽ വരുന്ന കുഷ്യനാണ്. ഇതത്തേലും അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ഞാനിത് കുറേ വട്ടം വടിയും വെച്ച് അടിച്ചടിച്ച് ക്ലീൻ ആക്കിയിട്ടാണ് അകത്ത് കയറ്റി ഇട്ടേക്കുന്നത്. ഇപ്പം പിള്ളേർ വണ്ടിക്കാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം നല്ല പരിപാടിയാണ് ഈ ഗ്ലാസിൻ്റെ സൈഡും വണ്ടിയുടെ സീറ്റിനടിയും തൂത്ത് വൃത്തിയാക്കുക എന്നത്. നമ്മൾ അപ്പുറത്ത് വേറൊരു വണ്ടിയുടെ ഷെഡിൽ നിന്നാണ് വെള്ളം എടുത്ത് വെച്ച് കഴുകുന്നത്. ഈ ബക്കറ്റിൽ വെള്ളം ചുമ്മിച്ചുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല നടുവേദന ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വണ്ടി ഇട്ട് കഴുകാനായിട്ടുള്ള ഷെഡും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗ്ലാസ് ബീഡിങ് വൃത്തിയാക്കിയേക്കുന്നതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുമ്പം ഗ്ലാസിൻ്റെ ബീഡിങ്ങിനിടയ്ക്കൊന്നും ഇങ്ങനെ ചള്ള പുറത്തോട്ട് വരും. ചള്ളയല്ല, പായലാണ്. നമ്മൾ വണ്ടി കഴുകാൻ നേരം ആദ്യം ബോഡി ഫുള്ള് വെള്ളം ഒഴിച്ചിടും. ബോഡി ഫുള്ള് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ചള്ളയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഷാമ്പു എല്ലാം സെറ്റാക്കി തോർത്തും വെച്ച് വണ്ടിയെല്ലാം നല്ല രീതിയിൽ പതപ്പിച്ച് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ തോർത്ത് വെച്ച് വീണ്ടും ഒന്നുകൂടെ കഴുകും. എനിക്ക് എണ്ണിയുടെ മണ്ടയ്ക്ക് കയറിയിരുന്ന് കഴുകാൻ അത്യാവശ്യം നല്ല പേടിയാണ്. കാരണം നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റത്തില്ല. ഏണിയാണെങ്കിൽ വെള്ളം നനഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സ്ലിപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് മാക്സിമം വെയിറ്റ് കുറഞ്ഞ ആൾക്കാരാണ് ഏണിയെ കയറി കഴുകാനായിട്ട് നല്ലത്. അതാകുമ്പോൾ അവന്മാർക്ക് പേടിക്കണ്ട, എവിടെയെങ്കിലും പിടിച്ച് തൂങ്ങി നിൽക്കാമല്ലോ. നമ്മൾ വെള്ളം എടുത്ത് മേളിൽ കയറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് ചുരണ്ടി വെച്ചിരിക്കുന്ന കുറേ അഴുക്കില്ലേ, അതല്ല ഇപ്പം കഴുകി വെളിയിൽ ഇറക്കി കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് മഴ പെയ്യുവാണെങ്കിൽ അതോടെ ഇതിന് മണ്ടയ്ക്കോട്ട് ഒലിച്ചിറങ്ങും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ബക്കറ്റും വെള്ളമൊക്കെ എടുത്ത് മേളുവശമെല്ലാം ക്ലീൻ ചെയ്ത് മുകളിൽ നിന്ന് ഗ്ലാസ് കഴുകുന്നതാണ് ബെറ്റർ. അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വൃത്തിയായിട്ട് കഴുകാൻ സാധിക്കും. നമ്മൾ സ്റ്റിയറിംഗ് മാത്രം പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നന്ദുവിനെ കൊണ്ട് വരെ പണി ചെയ്യിക്കുകയാണ്. ക്ലീനർ ഇല്ലാത്തതുകൊണ്ട് അവൻ ഇരിക്കുന്നത് അവൻ വൃത്തിയാക്കാൻ ഞാനങ്ങ് പറഞ്ഞു, അതുകൊണ്ട് അവനങ്ങ് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഡ്രൈവർമാർ വണ്ടി ക്ലീൻ ചെയ്യാൻ കയറത്തില്ല, ഇനി ഇരിക്കുന്നിടം നമ്മളങ്ങ് വൃത്തിയാക്കിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ മേളിൽ നിന്ന് ഗ്ലാസ് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ വണ്ടി സ്ഥിരമായിട്ട് ക്ലീനറെ വെക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ എന്തായാലും ഈ വണ്ടിയുടെ കൂട്ടത്തിൽ പോകുന്നുണ്ട്. വണ്ടി എനിക്ക് ഓടിക്കാനും അറിയാം. അപ്പം 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓടിക്കുകയും ചെയ്യാം, എനിക്ക് കിളിശമ്പളം കിട്ടുകയും ചെയ്യും. വണ്ടിയുടെ കാര്യങ്ങളും ഓട്ടങ്ങളും എല്ലാം നമുക്ക് തന്നെ ഡീൽ ചെയ്യാം. കസ്റ്റമറുമായിട്ട് നമുക്ക് തന്നെ ഇടപഴകുമ്പം നമുക്ക് കൂടുതൽ ഓട്ടം കിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാകാൻ കാരണം. ഇതിനകത്തിൽ അങ്ങനത്തെ പ്രശ്നം വരത്തില്ല, കാരണം എല്ലാത്തിലും ഞാൻ കൂടെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ വണ്ടിയിലെ നേരത്തെ കിളിയാണ്, അവനിപ്പം വേറൊരു വണ്ടിയിലാണ്. ഞങ്ങളൊരു 3:30 ആയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ സമയം 6:30 ആവുന്നു. ഇതുവരെ വണ്ടിയുടെ മേൽഭാഗവും എല്ലാം ഗ്ലാസ് ഭാഗവും എല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വണ്ടിയുടെ വെളി കഴുകുന്ന വീഡിയോ എന്തായാലും കാണിക്കാനായിട്ട് സാധിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ ബാക്ക് കുറച്ച് ഭാഗം കഴുകിയിട്ടേക്കുവാണ്. ഗ്ലാസ് ഫുള്ള് ക്ലീൻ ചെയ്യാതെ കണ്ട് സൈഡ് കഴുകിയിട്ട് കാര്യമില്ല. ഇന്നലെ വണ്ടി കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായി. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയ സെറ്റപ്പും കഴുകുന്ന ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിലല്ലായിരുന്നു. നമ്മൾ ഏകദേശം വണ്ടിയെല്ലാം കഴുകി സെറ്റായിട്ട് ഇട്ടേക്കുവാണ്. നമ്മൾ വീഡിയോ ഇടുമ്പം അതിനൊരു എൻഡ് വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വണ്ടി കഴുകി കഴിഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് കാണിക്കാമെന്നുള്ളൊരു ധാരണയിൽ വന്നത്. നമ്മുടെ സ്കൂട്ടർ ചെക്കനാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോക്കകത്തിൽ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കത്തും എന്നുള്ള കാര്യം. കുറേ പേരുടെ ഒരു ഡൗട്ടായിരുന്നു നമ്മുടെ ഹെഡ്ലൈറ്റ് കത്തുമോ ഇല്ലയോ എന്നുള്ളത്.
നമ്മുടെ കയ്യിലിരിക്കുന്ന ഗിംബലിൻ്റെ ക്വാളിറ്റിയാണ് ഈ വീഡിയോയുടെ ഇത്രയും സ്റ്റെബിലിറ്റി കേട്ടോ. തൊട്ട് കയറുവാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പനിയാണ്, എനിക്കും പനിയാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാതെ കണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഇത് നമ്മുടെ ക്യാബിനാണ്, കുറച്ച് പേരെയൊക്കെ കാണിച്ചതാണ്. പക്ഷെ നമ്മളിന്നലെ ഇതിനകം മൊത്തം ക്ലീൻ ചെയ്താൽ ഇനി സ്റ്റീലൊന്ന് തുടയ്ക്കാനോടുണ്ട്. നമ്മുടെ വണ്ടിക്കകം എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടേക്കാണ്. സീറ്റിനടിയിരുന്ന വെള്ളക്കുപ്പികളൊക്കെയാണ് ഇപ്പോൾ എടുത്ത് അകത്ത് വെച്ചേക്കുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇന്നലെ പിള്ളേരെ വിളിച്ച് ഗ്ലാസും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്യിച്ചു. പക്ഷേ ഇനി ഒന്നുകൂടെ നമ്മുടെ സാധാ പത്രപ്പേപ്പറില്ലേ, അത് വെച്ചിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം വണ്ടിയെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് അടി കമൻറ്റായിട്ട് ഇട്ടാൽ മതി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അതാണ് മെയിൻ കാര്യം. അതുപോലെ തന്നെ ഞാൻ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇന്ന് ഏകദേശം യൂട്യൂബിൽ നിന്ന് റവന്യൂ നമുക്ക് കിട്ടുമെന്ന്. പക്ഷേ അതിനകത്തുള്ളൊരു ചെറിയ മണ്ടത്തരം പറ്റി. എല്ലാ കാര്യവും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ കാണിക്കുന്നുണ്ട്. അത് റവന്യൂ കിട്ടാൻ ഇനി അടുത്ത മാസം 18-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. കൂടുതലൊന്നും ഇല്ല, 10,800 രൂപ കാണത്തുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ബാക്കി പൈസയും കിട്ടും. പക്ഷേ ഞാൻ ആദ്യം എന്തോ ചെയ്തതിൻ്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഗിംബൽ തന്ന പുള്ളി ഉണ്ടല്ലോ, പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതേപോലൊരു പ്രശ്നമുണ്ട്, ഒന്ന് വന്ന് നോക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞടാ ഞാൻ വരാമെന്ന് പറഞ്ഞു. രാവിലെ വന്ന് പുള്ളിക്കാരൻ ഇമെയിൽ വഴി യൂട്യൂബുകാർക്ക് എന്തൊക്കെയോ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു. അപ്പോൾ പുള്ളിക്കാരൻ അത് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത മാസം 18-ാം തീയതിക്കുള്ളിൽ എല്ലാം സെറ്റാവും. അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തതിനുള്ള റവന്യൂ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇവിടെ വരെ ഉള്ളൂ, വേറെ ഒന്നും പറയാനായിട്ടില്ല.